ബൈബിൾ കമ്മീഷന്റെ കീഴിലുള്ള കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ക്വിസ് പ്രോഗ്രാമായ ലോഗോസ് ക്വിസ് 2011 ഏവർക്കും സ്വാഗതം. എക്സോഡസ് റൗണ്ട്. Take your time. Right answer. ചോദ്യം കേട്ടുകൊള്ളുക. എലിമിനും സീനായിക്കും ഇടയ്ക്കുള്ള മരുഭൂമിയുടെ പേര് എന്ത്? സീൻ മരുഭൂമി. സീൻ മരുഭൂമി. കറക്റ്റ് ആൻസർ. ഒന്നുകൂടെ പറയാൻ ചേർത്ത് നിർത്തി സാവധാനം വ്യക്തമായിട്ട് പറയുക. കേൾക്കണം. ചെറിയ തെറ്റേ വന്നുള്ളൂ, എന്നാലും നമ്മുടെ അതിരൂപതയിൽ നിന്ന് വന്ന ഐസക് അത് അടിച്ചെടുത്തു. എൻ്റെ ആവേശം ഞാൻ സമ്മതിക്കും. ക്ലൂ ഇല്ലാതെ ഉത്തരം അറിയാൻ മേലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലൂ ആവശ്യപ്പെടാം. അതങ്ങനെ ചെറിയ തെറ്റുകളൊക്കെ ഏത് മത്സരത്തിലും വരും കേട്ടോ. നിങ്ങൾ അതോർത്തൊന്നും പേടിക്കരുത്. ശ്രമത്തിലോ ആണോ? ഓക്കെ അലീന, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷീണം ഇത്തവണ തീർക്കണം. 50-50 അലീന ചോദിച്ചിരിക്കുന്നു. 2 എണ്ണം എലിമിനേറ്റഡ് ആകണം. ഓക്കെ, ഈ അവസരത്തിൽ ഇനി നമുക്ക് മിച്ചം നിൽക്കുന്നത് ഒരേ ഒരു റൗണ്ടും കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു റൗണ്ടിൽ വളരെ നിർണായകമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണ് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോരായ്മ അടുത്ത റൗണ്ടിൽ നമ്മൾ തീർക്കുന്നു. എക്സോഡസ് 50-50 റൗണ്ടുകൾക്ക് ശേഷം മത്സരാർത്ഥികൾ നേടിയിരിക്കുന്ന പോയിന്റുകൾ ഇപ്രകാരമാണ്. അനില മാത്യു 10 പോയിന്റ്, ഗോഡ്വിൻ റെസ്നിക് 5 പോയിന്റ്സ്, ലെസി ജോർജ് 25 പോയിന്റ്സ്, റീതു മരിയ 20 പോയിന്റ്സ്, കൊച്ചു ത്രേസ്യ 10 points, ഐസക് കുമരംപറമ്പിൽ 30 points, ജിയ ജോയ് 25 points, അമല സേവി 25 points, അലീന ആന്റണി 5 points, and ദിതി ദേവസി 30 points. അത്യുജ്വലമായ 50-50 റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്തതായി ബസർ റൗണ്ട്. ഓക്കെ, നമ്മൾ ഈ ബൈബിൾ ക്വിസിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് വരികയാണ്. ഇത് ബസർ റൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധയോടെ വളരെ ചടുലതയോടെ തീരുമാനമെടുത്ത് പ്രവർത്തിച്ചാൽ മാർക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സ്കോർ ചെയ്യാനുള്ളൊരു അവസരം. 10 മാർക്കുള്ള 10 ചോദ്യങ്ങൾ, 100 മാർക്കിന്റെ സാധ്യത. പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും മുമ്പോട്ട് വരാനുള്ള അവസരമാണ് ഉള്ളത്. അതുകൊണ്ട് ആർക്കും ചാൻസ് കിട്ടും. 5 ചോദ്യങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ജനറൽ നോളജ് ചോദ്യങ്ങൾ, 5 വിഷ്വൽ ക്ലിപ്പിങ്ങിന്റെ സഹായത്തോടെ ഉള്ള ചോദ്യങ്ങൾ. ശരിയായ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം ബസറിൽ അമർത്തുന്നവരുടെ ലൈറ്റ് ഇവിടെ തെളിയും. ആ ആൾക്കാർക്ക് ഉത്തരം പറയാനുള്ള അവകാശം. ശരി ഉത്തരമാണെങ്കിൽ 10 മാർക്ക്, തെറ്റാണെങ്കിൽ -5. ഇതാണ് ഇതിന്റെ ക്രമം. മനസ്സിലായല്ലോ രീതി? ശരി, നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കുക. ബൈബിളിനെ സംബന്ധിച്ച് സഭയിൽ അവസാനമായി ഇറങ്ങിയ ഔദ്യോഗിക രേഖയുടെ പേര്? ഒന്നുകൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്യാം, ക്ലോസ് ഇട്ടുകൊണ്ടിരിക്കുക. കത്തോലിക്ക സഭയിൽ ബൈബിളിനെ സംബന്ധിച്ച്, വേദപുസ്തകത്തെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ ഒഫീഷ്യൽ ഡോക്യുമെന്റ്, ഔദ്യോഗിക രേഖ. ഇല്ല, നമ്മൾ ഉത്തരം പറയുകയാണ്. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക. വേർബും ഡോമിനി, കർത്താവിൻ്റെ വചനം. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, നിങ്ങൾ വളരെ അധികം ശ്രദ്ധാലുക്കളാണ്.
-പോയിന്റ് കിട്ടാതിരിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2, ബസർ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ശ്രദ്ധയോടെ കേൾക്കുക. ജനറൽ നോളജ് ആണ്. KCBC ബൈബിൾ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. KCBC ബൈബിൾ കമ്മീഷൻ സ്ഥാപിതമായ വർഷം. രണ്ടാമത്തെ ചോദ്യവും ആളില്ലാതെ പോവുകയാണ്. 1976 ശരിയായ ഉത്തരം. 1976. മൂന്നാമത്തെ ബസർ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ശ്രദ്ധിച്ചു കേൾക്കുക. മൂന്നാമത്തെ ചോദ്യം ഇതൊന്നുകൂടെ എളുപ്പമാണ്. ബൈബിൾ അറിയാവുന്നവർക്ക് പറയാവുന്ന. ജെറൂസലം ദേവാലയം ആദ്യം പണി കഴിപ്പിച്ച ആര്? ജെറൂസലം ദേവാലയം ആദ്യം പണി കഴിപ്പിച്ച 6-ാം നമ്പർ ഐസക് ഞെക്കിയിരിക്കുന്നു. പ്ലീസ്. സോളമൻ. കറക്റ്റ് ആൻസർ. സോളമൻ രാജാവ്. ഇസഹാക്ക് സോളമന് മുൻപ് ജീവിച്ചിരുന്ന ആളാണോ പിൻപ് ജീവിച്ചിരുന്ന ആളാണോ? മുൻപ്. വെരി ഗുഡ്. അപ്പൊ നിനക്ക് അറിവുണ്ടായിരിക്കണം ഈ കാര്യത്തെ കുറിച്ചൊക്കെ. വെരി ഗുഡ്. അടുത്ത ബസർ റൗണ്ടിലെ നാലാമത്തെ ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഡാഷ് എന്നാണ്. നമ്പർ 3. അപ്പത്തിന്റെ ഭവനം. കറക്റ്റ് ആൻസർ. അപ്പത്തിന്റെ വീട്. വീട് ലഹം. അപ്പം. ബേത്ലഹേം അപ്പത്തിന്റെ വീട് അല്ലെങ്കിൽ അപ്പത്തിന്റെ ഭവനം. കറക്റ്റ് ആൻസർ. 10 മാർക്ക്. ബ്ലസ്സി. അഞ്ചാമത്തെ ചോദ്യം. ഈ റൗണ്ടിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ബൈബിൾ അധ്യായങ്ങളായി തിരിച്ച വ്യക്തിയുടെ പേര്. 6-ാമത്തെ നമ്പർ 6. വീണ്ടും ഐസക് തന്നെ. സ്റ്റീഫൻ ലാങ്ടൺ. ഒന്നുകൂടെ പറഞ്ഞോളൂ. സ്റ്റീഫൻ ലാങ്ടൺ. കറക്റ്റ് ആൻസർ. സ്റ്റീഫൻ കാർഡിനൽ ലാങ്ടൺ. കറക്റ്റ് ആൻസർ. ഐസക് വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്നു. അടുത്ത ചോദ്യം. ഈ റൗണ്ടിലെ 6-ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. ശ്രദ്ധിക്കേണ്ടത് ഇത് വിഷ്വൽ ചോദ്യങ്ങളായി ഇനി വരുന്നത്. അതായത് വീഡിയോ ക്ലിപ്പിംഗ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബൈബിൾ ക്വിസിനായിട്ട് തന്നിട്ടുള്ള ഫിലിംസ് ആകാം, അല്ലെങ്കിൽ ആനിമേഷൻ പിക്ചേഴ്സ് ആകാം. അതിൽ നിന്നും ചില ക്ലിപ്പിംഗ്സ് ഇവിടെ കാണും. ഓക്കെ, ആ ക്ലിപ്പിംഗ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലിപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ചോദിക്കും. കഴിയുമ്പോൾ ബെല്ലടിക്കും. ആ ബെല്ലാണ് നിങ്ങൾക്ക് ബസർ അമർത്താനുള്ള ടൈം. മനസ്സിലായല്ലോ? അതിനു മുമ്പ് അമർത്തിയാൽ അത് ഫൗളാണ്. ഫൗൾ സ്റ്റാർട്ട് എന്ന് പറയും. ബെല്ലിന് മുമ്പ് ബസർ അമർത്തരുത്. ഫൗൾ സ്റ്റാർട്ട്, മൈനസ് മാർക്ക് വീഴും. അപ്പോൾ റെഡി, വി സ്റ്റാർട്ട്. വിഷ്വലിലെ ഒന്നാമത്തെ ക്ലിപ്പ് ശ്രദ്ധയോടെ കാണുക പ്ലീസ്. വിഷ്വൽ ക്ലിപ്പ് നിങ്ങൾക്ക് വ്യക്തമാണ്. 10 കൽപ്പനകൾ കൊടുക്കുന്ന രംഗമാണ്. ചോദ്യം ഇതാണ് അതിനോട് ബന്ധപ്പെടുത്തി. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് ആരോടാണ് 1000 തലമുറകൾ വരെ കർത്താവ് കരുണ കാണിക്കുന്നത്? മൂന്നാമത്തെ നമ്പർ ബ്ലെസ്സി ജോർജ്. എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട്. റൈറ്റ് ആൻസർ. കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 10 മാർക്ക് ബ്ലെസ്സി. ഗ്രേറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 7ാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ രണ്ടാമത്തെ വിഷ്വൽ ക്ലിപ്പ് ശ്രദ്ധയോടെ കാണുക.
ദൈവം പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. ചോദ്യം ഇതാണ്: അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ഇതിന് മറുപടിയായി മോശ ആദ്യം പറഞ്ഞതെന്ത്? ആ വാക്യം ഏത്? നമ്പർ 8. പക്ഷേ സോറി, ബെൽ കിട്ടുന്നതിന് മുമ്പ് ഞെക്കി, അതുകൊണ്ട് മൈനസ് മാർക്ക് അമലേക്ക് വരികയാണ്. ആ ചോദ്യം ക്യാൻസൽഡ്. എന്നാലും ഒരു അറിവിലേക്കായിട്ട് ഉത്തരം പറയാം. ഭയപ്പെടേണ്ട എന്നാണ് പറയുന്നത്. വാക്യം പുറപ്പാട് 20:20. അടുത്തത് നമ്മുടെ വീഡിയോ ക്ലിപ്പിംഗ് റൗണ്ടിലെ 3ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വീഡിയോ ക്ലിപ്പിംഗ് കാണുക, അതിനുശേഷം ചോദ്യം ശ്രദ്ധിക്കുക. In verità vi dico, uno di voi mi tradirà. Sono io, forse, Signore? Sono io, Signore. Sono io, Signore. Sono io, Signore. Sono io, Signore. Colui che ha intinto con me la mano nel piatto, quello mi tradirà. Certo, il figlio dell'uomo se ne va, come è stato scritto di lui. Ma guai a quell'uomo per cui il figlio dell'uomo è tradito. ആ വിഷ്വല് നമുക്ക് കൃത്യം അറിയാവുന്നതാണ്. ഇൽ വഞ്ചേലോ സെക്കോന്തോ മത്തേയോ എന്ന പ്രശസ്തമായ പാവുളോ പസലുനിയുടെ സിനിമ, അതിലെ അന്ത്യത്താഴത്തിൻ്റെ രംഗം. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുമ്പോൾ ശിഷ്യർ ഓരോരുത്തരും അത് ഞാനല്ലല്ലോ, അത് ഞാനല്ലല്ലോ, അത് ഞാനല്ലല്ലോ എന്ന് 12 പേര് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ ഈശോ പറയുന്ന മറുപടിയിൽ ഒരു കാര്യമുണ്ട്. അതാണ് ചോദ്യം. പെസഹ ആചരണത്തിനിടെ എത്ര പ്രാവശ്യം യേശു മനുഷ്യപുത്രൻ എന്ന പദം പ്രയോഗിക്കുന്നുണ്ട്? ലൈറ്റ് ഒന്നും തെളിഞ്ഞിട്ടില്ല. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുക. പെസഹ ഭക്ഷിക്കുന്നതിനിടെ എത്ര പ്രാവശ്യം യേശു മനുഷ്യപുത്രൻ എന്ന പദം പ്രയോഗിക്കുന്നു? ആരും അമർത്തിയിട്ടില്ല, ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഉത്തരം 2 പ്രാവശ്യം എന്നാണ്. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ 2 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് പറയുന്നു. നമ്മൾ അടുത്ത 4ാമത്തെ വിഷ്വൽ ക്ലിപ്പിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കുക. But we've walked all this way to see him. I'm sorry. Wait. Suffer the little children to come unto me, and forbid them not, for of such is the kingdom of God. ചോദ്യം ഇതാണ്. അതായത് ഈശോ ശിശുക്കള് അടുത്തേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ തടയുന്ന സന്ദർഭമാണ് നിങ്ങൾ കണ്ടത്. വ്യക്തമാണല്ലോ. ശിശുക്കളെ സ്നേഹിക്കുന്ന ഈശോ ഒരു ശിശുവിനെ മാതൃകയാക്കി കാണിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം ഈ ഭാഗത്തിലെ അവസാനത്തെ വാക്യം ഏത്? ആരും ബസർ അമർത്തിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ശിശുക്കളെ സ്നേഹിക്കുന്ന ഈശോ ഒരു ശിശുവിനെ മാതൃകയാക്കി കാണിക്കുന്നുണ്ട്. ശിശുവിനെ പോലെയാകുക. ഈ ഭാഗത്തിലെ അവസാനത്തെ വാക്യം ഏത്? 6ാമത്തെ നമ്പർ. ഐസക് പറഞ്ഞോളൂ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കറക്റ്റ് ആൻസർ. ഐസക്കിന് 10 മാർക്ക്. നമ്മൾ ഈ റൗണ്ടിലെയും അതോടൊപ്പം തന്നെ ഈ ക്വിസ് മത്സരത്തിലെയും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും തമ്മിൽ വലിയ വ്യത്യാസത്തിലില്ലാതെ നിൽക്കുന്നവർക്ക് 10 മാർക്കിന്റെ ഗ്യാപ്പിൽ നിൽക്കുന്നവരോടുണ്ട്. 10 മാർക്കിന്റെ ഗ്യാപ്പിൽ. ആ 10 മാർക്കിന്റെ ഗ്യാപ്പിൽ നിൽക്കുന്നവർക്ക് സ്കോർ ചെയ്യാനുള്ള ലാസ്റ്റ് ആൻഡ് ഓൺലി ചാൻസ്. ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യം വീഡിയോ ക്ലിപ്പിംഗ് കാണും. ശ്രദ്ധയോടെ അത് കാണുക. ശ്രദ്ധയോടെ ചോദ്യം കേൾക്കുക. ബെല്ലടിക്കുമ്പോൾ ബസർ അമർത്തുക. സോ നമുക്ക് വീഡിയോ ക്ലിപ്പിംഗിലേക്ക് ശ്രദ്ധിക്കാം. Moses led Israel from the Red Sea into the wilderness of Sinai, and they camped before the holy mountain. ഇതാണ് വീഡിയോ ക്ലിപ്പിംഗ്. ചോദ്യം ശ്രദ്ധയോടെ കേൾക്കുക.
ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. എന്തായിരുന്നു ആ മറുപടി? നമ്പർ 3. കർത്താവ് കൽപ്പിക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഒന്നുകൂടെ പറഞ്ഞേ. കർത്താവ് കൽപ്പിക്കുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. കറക്റ്റ് ആൻസർ. കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇതോടെ ഈ റൗണ്ട് പൂർണ്ണമാകുന്നു. പോരാ, ഈ ഫൈനൽ എ ഗ്രൂപ്പിന്റെ, അത് നമ്മുടെ കുട്ടികളുടെ ഫൈനൽ ക്വിസ് മത്സരത്തിന്റെ ഫൈനൽ പൂർണ്ണമാകുകയാണ്. നമ്മുടെ ഈ കുഞ്ഞുമക്കളിലെ 1ാം സ്ഥാനത്ത് ആര് വന്നു, 2ാം സ്ഥാനത്ത് ആര് വന്നു, 3ാം സ്ഥാനത്ത് ആര് വന്നു? ശ്രദ്ധയോടെ കേൾക്കുക. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ മത്സരിച്ചതാണ് ഞങ്ങൾക്ക് അഭിമാനം. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ബസർ റൗണ്ടും ഇവിടെ സമാപിച്ചിരിക്കുന്നു. മത്സരാർത്ഥികളുടെ ഫൈനൽ സ്കോർ നില ഇപ്രകാരമാണ്. അനില മാത്യു 10 points, ഗോഡ്വിൻ ട്രസ്നിക് 5 points, ബ്ലസി ജോർജ് 55 points, റീതു മരിയ 20 points, കൊച്ചു ത്രേസ്യ 10 points, ഐസക് കുമരംപറമ്പിൽ 60 points, ജിയ ജോയ് 25 points, അമല സേവി 20 points, അലീന ആന്റണി 5 points, ഡിജി ദേവസി 30 points. എ ഏജ് ഗ്രൂപ്പിന്റെ ഫൈനൽ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തലശ്ശേരി രൂപതയുടെ ഐസക് കുമരംപറമ്പിൽ with 60 points. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബ്ലസി ജോർജ്. 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശൂർ അതിരൂപതയുടെ ഡിജി ദേവസി. ഈ ഏജ് ഗ്രൂപ്പിന്റെ ഫൈനൽ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ അനുഗ്രഹിക്കാം. വചനനാളം ഉലയാതെ മങ്ങാതെ എന്നെന്നും നിങ്ങളുടെ ജീവിതങ്ങളെ വഴിതെടുത്തട്ടെ. പ്രിയ മത്സരാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി. മോശ അവരോട് കോപിച്ചു. എന്തുകൊണ്ട്? ചെറിയൊരു കാര്യമേ ചോദിച്ചുള്ളൂ. നോക്കുമ്പോൾ ഒരു 3-4 വാചകം അതേപടി ഇങ്ങ് ഉദ്ധരിക്കുക. തോറ്റു പോകുകയുള്ളൂ ചോദിക്കുന്നയാൾ. മൂന്നാമത്തെ ചോദ്യം, എമിലിൻ തോംസൺ. പോകുന്ന പോക്ക് കണ്ടിട്ട് ഇത് ഒരു വഴിക്കൊന്നും തീരുവെന്ന് തോന്നില്ല. കാരണം എല്ലാവർക്കും തുല്യം മാർക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ചോദ്യം അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാണ്. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അറിയാൻ മേല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആവശ്യം. ശരിയായ ഉത്തരം അല്ല.